സലീം മാലിക്കിലേക്ക്. സലീം, കേരളത്തിൽ പൊതുവെയുള്ള അവസ്ഥ എങ്ങനെയാണ്? ചില ജില്ലകളിലൊക്കെ അതിശക്തമായ മഴ പെയ്യുന്നു. എറണാകുളം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും തോരാ മഴയാണ്. വിവരങ്ങൾ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് പൊതുവെയുള്ള അവസ്ഥ? ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഗുഡ് മോർണിംഗ് എസ് കെ. തിരുവനന്തപുരത്ത് വളരെ ചെറിയ മഴ മാത്രമാണുള്ളത്. ചിലയിടങ്ങളിൽ മാത്രമാണ് ആ ചെറിയ നിലയിലുള്ള മഴ ലഭിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്താകെ അതിശക്തമായ മഴ പെയ്യും എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉൾപ്പെടെ 11 ജില്ലകളിലും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ മാത്രമാണ് നിലവിൽ മഴ മുന്നറിയിപ്പില്ലാത്തത്. അതല്ലാത്ത 3 ജില്ലകളിൽ നിലവിൽ ഇടുക്കി, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഒപ്പം ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും ഒടുവിലായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ് പ്രകാരം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിനിടയിൽ അതിശക്തമായ അതല്ലെങ്കിൽ ഇടത്തരമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒപ്പം തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുകൂടി നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല ചിലയിടങ്ങളിൽ ഈ ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഈ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും ഒപ്പം തീരമേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത പരിഗണിച്ച് അവിടെയുള്ളവരും അത്തരത്തിൽ സാധ്യതയുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ മഴ 29-ാം തീയതി വരെയും സമാനമായ നിലയിൽ തന്നെ മഴ തുടരാനാണ്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ മഴ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ നൽകുന്ന മുന്നറിയിപ്പ്. എസ് കെ. ഓക്കെ, താങ്ക് യു സുർജിത്ത്. സലീം മാലിക്.